ഹായ്, നെഹൂസ് പ്രിറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തെറ്റിയുടെ വെറൈറ്റീസാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് നല്ല പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള നാടൻ ചൈനീസ് ബോൾസാണ് കേട്ടോ, നിറയെ പൂവായിട്ടുണ്ട്. ഇത് നമ്മുടെ സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ ക്രോട്ടൻ്റെ വെറൈറ്റിയാണ്. എന്നിട്ട് കേളിയായിട്ട് ലീഫുള്ള യെല്ലോയും ഗ്രീനൂടെ കളർ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നമ്മുടെ വലിയ പൊട്ടിലൊക്കെ നടുമ്പോൾ ഇത്രമായിട്ട് പ്ലാന്റ് സൈസ് നിൽക്കും. ഇത് ഫിംഗർ അരേലിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല ലെമൺ യെല്ലോ കളറാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. ഈ വീഡിയോയിൽ ഇത്രയും കളർ വന്നിട്ടില്ല, പക്ഷേ നല്ല ലെമൺ യെല്ലോ കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. വെയിലടിക്കും തോറും ഇതിൻ്റെ കളർ കൂടി വരും. നമുക്ക് ബോർഡറൊക്കെ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അല്ലാതെ തന്നെ ചെടിച്ചട്ടിയിൽ നമുക്കിങ്ങനെ ബുഷായിട്ട് നിർത്തുമ്പം ഇത് നിറയെ തിക്കായിട്ട് വരുവേ. അടുത്ത പ്ലാന്റ് ഡ്രസ്സിന പ്ലാന്റാണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല നാരോ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പിങ്ക് കളറുള്ള ഒരു ബോർഡറോടുണ്ട്. നല്ലൊരു പ്ലാന്റാണ്. ഞാൻ നേരത്തെയൊക്കെ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നല്ല റേറ്റായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ വലിയ റേറ്റ് ഇല്ലാതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സിനെയാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തൈകൾ പിന്നെ വന്നോളൂ, അല്ലാതെ കട്ടിങ്സും ഇതിലൂടെയും പിടിപ്പിക്കാം. അടുത്തത് ഈ വള്ളിച്ചി പ്ലാന്റാണ്. ഇത് നമ്മുടെ മദർ പ്ലാന്റാണ്. അതുകൊണ്ട് ഞാനത് വലിയൊരു പൊട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിയ ലീഫുകൾ ഉണ്ടാവും ഇതിന്. ഉണ്ടോ, എന്ത് ഭംഗി അതിൻ്റെ ഡിസൈൻസ് കാണാൻ. ഇതുപോലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് ഇതാണ്, ഒരു പാമാണ്. പാമല്ല, ഒരു ബാമ്പു ആണ്. സോറി, തെറ്റിപ്പോയി. ബാമ്പു ആണ്. ഇതിൻ്റെ തൈകളാണ്. പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. വലിയ പ്ലാന്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി വിലയാവുമല്ലോ, ഇതിന് വലിയ റേറ്റ് ഇല്ല. ഇത് മണിക്കൊന്നയുടെ തൈകളാണ്. ഇനിയിപ്പം നമുക്ക് നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ തണുപ്പ് കാലം ആകുമ്പോഴത്തേനും മണിക്കൊന്ന പൂക്കാൻ തുടങ്ങും. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്. ഇതാണ് അതിൻ്റെ പൂക്കൾ കണ്ടിട്ടില്ലാത്തൊരു നിൽക്കുള്ളൂ. നല്ല രസമാണ്. ഇങ്ങനെ കൊന്നപ്പൂക്കൾ പോലെ തന്നെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ക്രോട്ടൺ വെറൈറ്റിയാണ്. നല്ല റെഡ് കളറിൽ ലീഫുകളുമായിട്ട് കേളി ടൈപ്പിലുള്ള ഒരു ക്രോട്ടനാണ്. ഇത് ഞാൻ കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള പ്ലാന്റ് സൈസാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ചുവപ്പ് കളറുള്ള ഡ്വാർഫ് വെറൈറ്റി ആയിട്ടുള്ള തെറ്റിയാണ്. ഇതിലെല്ലാം നല്ല പൂക്കളുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ഇതിലെ പൂക്കൾ ഉണങ്ങുമ്പം തന്നെ ചീത്തയാകുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ പുതിയ തളിപ്പ് വന്ന് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. നമ്മൾ ആ കരിഞ്ഞ പൂക്കൾ അതിൽ നിർത്തരുത്. അടുത്ത് അതിൻ്റെ പിങ്ക് കളറുള്ള വെറൈറ്റിയാണ്. ഇതുണ്ട്, പൂക്കൾ നല്ല ബോൾ ഷേപ്പിൽ പൂക്കളുണ്ടാകുന്നത്. ഇതൊരു വലിയ പൊട്ടിലേക്ക് ആക്കി കഴിയുമ്പം ഒത്തിരി ആവും, നല്ല തിക്കായിട്ട് വളരും. ഇത് അതിൻ്റെ ചുവന്ന കളറുള്ള പ്ലാന്റ് തന്നെയാണ്, റെഡ് കളറുള്ള. ഞാൻ മുമ്പേ കാണിച്ച പ്ലാന്റ് തന്നെയാണ്. അടുത്ത് ഇതിൻ്റെ യെല്ലോ കളറുള്ള പ്ലാന്റാണ്. യെല്ലോ കളറുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. മറ്റേതിനെക്കാട്ടിലും ഇത്തിരി വലിപ്പം കുറവാണ് ഇതിൻ്റെ പ്ലാന്റിന്. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ചുവപ്പ് കളറുള്ള കാളിത്തെറ്റിയാണ്. നിറയെ പൂക്കളാണ്. ഇതൊരു വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ്. ഇതിപ്പം ഞാൻ വീഡിയോയിൽ സെയിലിനായിട്ട് കാണിച്ചതല്ല, എൻ്റെ കയ്യിൽ ഉള്ള പ്ലാന്റ് ഞാൻ കാണിച്ചതാണ്. നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കൊക്കെ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ഇനി അത്യാവശ്യമുള്ളവർ എന്നോട് വാട്സപ്പിൽ അല്ലാതെ ചോദിച്ചാൽ ഞാനിതിൻ്റെ റേറ്റ് പറയുന്നതാണ്. പിന്നെയുള്ളത് ഈ സ്നേക്ക് പ്ലാന്റാണ്, ഡ്വാർഫ് വെറൈറ്റി. നമുക്ക് ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കാനൊക്കെ നല്ലൊരു പ്ലാന്റാണിത്. ഇത് നമ്മൾ തണൽമരമായിട്ട് വെക്കുന്ന ബദാമിൻ്റെ തൈയാണ്. തണൽമരം വെക്കണമെന്ന് ആഗ്രഹം. തണൽമരത്തിന് നല്ലൊരു പ്ലാന്റാണ് ബദാമിൻ്റെ പ്ലാന്റ്. അപ്പം വലിയ മരമാകുന്ന പ്ലാന്റാണ്. അതിൻ്റെ തൈയാണിത്. ഇന്നത്തേത് നീലയമരി എന്ന് പറഞ്ഞ ഔഷധച്ചെടിയാണ്. നമുക്ക് എണ്ണ കാച്ചാനൊക്കെ, തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധമാണ് നീലയമരി. ഇത് ആര്യവേപ്പിൻ്റെ തൈയാണ്. ഇതും നമ്മൾ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെയുള്ളത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്.
ഇത് ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ് തന്നെയാണ്, ആ ക്രോട്ടൻ്റെ പ്ലാന്റ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. ഇതുവരെയൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.